ടോട്ടൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം ഒരു ടേബിൾ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടേബിളിലേക്ക് ശ്രദ്ധിക്കും. ഫസ്റ്റ് കോളം യൂണിറ്റ്സ് ഓഫ് കൺസംഷൻ അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ദി കമ്മോഡിറ്റി. സെക്കൻഡ് കോളം ടോട്ടൽ യൂട്ടിലിറ്റി. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ മാർജിൻ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇവിടെ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി നോക്കാം. ഒരു കൺസ്യൂമർ അയാൾക്ക് ഒരു സാധനം കൊടുത്തു. ബനാന എങ്കിൽ ബനാന, അതല്ല മാംഗോ എങ്കിൽ മാംഗോ, എനി കമ്മോഡിറ്റി സാധനം കൊടുത്തു. ഓക്കെ, സാധനം കൊടുത്തപ്പോൾ അയാൾക്ക് അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 12 എന്ന് പറഞ്ഞു. ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 12 എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു സാധനം കൊടുത്തു. രണ്ടാമത്തെ സാധനം കൊടുത്തപ്പോൾ അയാളുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ 18 എന്ന് പറഞ്ഞു. മൂന്നാമതൊരു യൂണിറ്റ് കൂടി ഞാൻ കൊടുത്തു. അയാളോട് ഞാൻ ചോദിച്ചു ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പോൾ എത്രയാണ്? അയാൾ പറഞ്ഞു 22. നാലാമതൊരു യൂണിറ്റ് കൊടുത്തു, കൺസംഷൻ നടത്തി. ഞാൻ ചോദിച്ചു ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? അയാൾ പറഞ്ഞു 24. അഞ്ചാമതൊരു യൂണിറ്റ് കൊടുത്തു. ഞാൻ ചോദിച്ചു ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? അയാൾ പറയുകയാണ് 24 തന്നെ, 24. ആറാമതൊരു യൂണിറ്റ് കൊടുത്തു. ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തു. ഞാൻ ചോദിച്ചു ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? അയാൾ പറയുകയാണ് 22. നോക്കിക്കേ, ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും അയാൾക്ക് എത്ര ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി? 12. 2 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എത്രയായി? 18. എന്താ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തു? കൂടി അല്ലേ? മൂന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴെത്രയായി? 22. 18 22 കൂടി. നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എത്രയായി? 22 നിന്നും 24 കൂടി. അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എന്താണ് കണ്ടത്? ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയി, കൂടിയില്ല. അവിടെ എത്രയായിരുന്നോ നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയ 24 തന്നെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ കിട്ടിയത്. ടോട്ടൽ യൂട്ടിലിറ്റിക്ക് മാറ്റമില്ല. ടോട്ടൽ യൂട്ടിലിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ യൂട്ടിലിറ്റി റിമൈൻസ് ഫിക്സഡ്. എന്നാൽ ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ടേബിളിലേക്ക് നോക്കൂ. ടോട്ടൽ യൂട്ടിലിറ്റി 24 നിന്നും 22 ആയി കുറഞ്ഞിരിക്കുന്നു. സോ 1 മുതൽ 4 വരെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കൂടി. അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് മാറ്റമില്ല. ആറാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒന്നുകൂടി നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി ഒന്ന് ശ്രദ്ധിച്ചേ. ടോട്ടൽ യൂട്ടിലിറ്റി ടേബിളിൽ ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം 12 ആദ്യം ഒന്നും കൺസ്യൂം ചെയ്യാതപ്പോൾ യൂട്ടിലിറ്റി എത്രയാ? 0 കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും? നിങ്ങൾ പറയും ഒന്നും നിങ്ങൾ കഴിച്ചില്ല, വിശന്നിരിക്കുക, നിങ്ങൾ ഒന്നും കഴിച്ചില്ല, അവിടെ യൂട്ടിലിറ്റി എത്ര? 0. അവിടുന്ന് ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 12ലേക്ക് ഒരു ജമ്പിങ് ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി നല്ലതുപോലെ കൂടുന്നു ആദ്യം. പിന്നീട് 12 നിന്നും 18ലേക്ക് എത്ര വർധനവേ ഉള്ളൂ? 6. പിന്നീട് 18 നിന്നും 22ലേക്ക് എത്രയുള്ളൂ? 4. പിന്നെ 22 നിന്നും 24ലേക്ക് എത്രയാ? 2. 24 നിന്നും 24ലേക്ക് എത്ര? 0. ഒന്നും കൂടിയില്ല. പിന്നെ 24 നിന്നും 22ലേക്ക് കൂടിയോ? ഇല്ല, കുറഞ്ഞു, -2. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം കൂടുന്നെങ്കിലും പിന്നീട് ഡിമിനിഷിംഗ് റേറ്റിലാണ് കൂടുക, കുറഞ്ഞ നിരക്കിൽ കൂടുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. പ്രിയപ്പെട്ട കുട്ടികളെ, ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നു, കുറഞ്ഞ നിരക്കിൽ കൂടുന്നു. എന്നിട്ടോ മാക്സിമത്തിലെത്തും, പിന്നെ കുറയും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ആ പ്രത്യേകത ഒന്ന് നോക്കിയേ. ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞ നിരക്കിൽ കൂടുന്നു, ഡിമിനിഷിംഗ് റേറ്റിൽ കൂടുന്നു, എന്നിട്ടോ മാക്സിമത്തിലെത്തുന്നു, പിന്നെയോ കുറയുന്നു. നമുക്ക് അടുത്ത കോളം ഉണ്ട് ഇവിടെ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മാർജിൻ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്നുമാണ് മാർജിൻ യൂട്ടിലിറ്റി നമുക്ക് ഡിറൈവ് ചെയ്യണം. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്യാം. ശ്രമിക്കൂ, നമുക്ക് നോക്കാം. ഞാനും പറയാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, 0 ആണ്. അപ്പോൾ എത്ര ആഡ് ചെയ്യപ്പെട്ടു? 12 തന്നെ. മാർജിൻ യൂട്ടിലിറ്റി അവിടെ എത്രയാ?
12. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ? 18. നേരത്തെ എത്രയായിരുന്നു? 12. എത്ര ആഡ് ചെയ്യപ്പെട്ടു? അപ്പോൾ 18 മൈനസ് 12 എത്ര കുട്ടികളെ? എത്രയാണ്? മാറി യൂട്ടിലിറ്റി 6. In the same way, that is similarly, 22 18 കുറയ്ക്കൂ, എത്രയാണ്? ഓക്കെ, മാറി യൂട്ടിൽ എവിടെ? മൂന്നാമത്തെ സാധനം കൺസ്യൂം ചെയ്യുമ്പോൾ മാറി യൂട്ടിൽ എത്ര? 4. ഓക്കെ, സിമിലർലി നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 24. 24 22 കുറച്ചാട്ടെ, എത്രയാണ്? യെസ്, 2. അവിടെ വരെ എഴുതി, പോസിറ്റീവായിട്ട് നമ്മൾ എഴുതി മാറി യൂട്ടിലിറ്റി. നോക്കൂ, അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എത്രയാണ്? 24. മേളിലും എത്രയാണ്? നാലാമത്തെ യൂണിറ്റിൽ എത്രയാ? 24. 24 മൈനസ് 24 എത്രയാണ്? അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി എത്രയാണ് കുട്ടികളെ? 0. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയപ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 0. ലാസ്റ്റ് ആറാമത്തെ യൂണിറ്റ് നോക്കാം. അപ്പൊ 22 മൈനസ് 24 എടുക്കണം. എത്രയാ കുട്ടികളെ? -2. യെസ്, ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിൻ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം ഈ ടേബിളിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ, മാർജിൻ യൂട്ടിലിറ്റി ആദ്യം 12, 6, 4, 2, 0, -2. That is, margin utility is diminishing. Margin utility is diminishing. ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി കൂടുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി പോസിറ്റീവാണ്. ഇവിടെ വരെ നാലാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നവരെ. When the total utility is increasing, margin utility is positive. But when total utility is maximum or when total utility is constant, margin utility is 0. And when total utility diminishes or falls, margin utility becomes negative. മറക്കരുത്, ടോട്ടൽ യൂട്ടിലിറ്റി കുറയുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുന്നു. When total utility falls, margin utility becomes negative. Okay. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിൻ യൂട്ടിലിറ്റി തമ്മിലുള്ള ബന്ധം ഇതാണ്. ടോട്ടൽ യൂട്ടിലിറ്റി കൂടുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി പോസിറ്റീവാണ്. ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 0 ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി കുറയുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവായി. ഓക്കെ, അപ്പം മാർജിൻ യൂട്ടിലിറ്റി തുടർച്ചയായി കുറയുന്നു എന്ന് ഈ ടേബിൾ നമ്മളോട് പറഞ്ഞു തരുന്നു. When we consume more and more units of a commodity, the marginal utility of the successive units of that commodity will diminish. Yes, ഒരു സാധനം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ, കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി, സീമാന്ത ഉപയുക്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രശസ്തമായ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സീമാന്ത ഉപയുക്തത കുറയുന്നു എന്ന് പറയുന്ന പ്രശസ്തമായ ലോ ഇതാണ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? സീമാന്ത ഉപയുക്തത അപചയ സിദ്ധാന്തം എന്ന് പറയും. എന്താണെന്ന് പറയുന്നത് ആദ്യം ഒന്നുകൂടി പറയാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാർജിൻ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിംഗ്. അതായത് ഒരു ഉപഭോക്താവ് ഒരു സാധനം കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കും തോറും അതിൻ്റെ ഓരോരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന സീമാന്ത ഉപയുക്തത മാർജിൻ യൂട്ടിലിറ്റി കുറയും എന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സീമാന്ത ഉപയുക്തത അപചയ സിദ്ധാന്തം is one of the basic laws of consumption. ഉപഭോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് എക്കണോമിക്സിലുണ്ടായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക്കായ സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എത്ര പ്രാധാന്യമുള്ള ലോയാണ്. മറ്റ് പല തിയറികളും എക്സ്പ്ലെയിൻ ചെയ്യുവാനും മൈക്രോ എക്കണോമിക്സിലെ പല കോൺസെപ്റ്റുകളും ആശയങ്ങളും വിശദീകരിക്കുവാനും വിശകലനം ചെയ്യുവാനും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉപയോഗിക്കുന്നു. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഒന്നുകൂടി ഞാൻ പറയാം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് when a consumer
consumes more and more units of a commodity, the marginal utility from the successive units of the commodity will diminish. നമുക്കൊരു ഉദാഹരണം വയ്ക്കാം. അപ്പോൾ നിങ്ങളൊരാൾ അനുവിന് അമ്മ ദോശ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം യൂട്ടിലിറ്റി കാർഡിലാണ് യൂട്ടിലിറ്റി അളക്കാം. അപ്പോൾ നല്ല വിശപ്പ് ഉള്ള സമയത്താണ് അനൂപ് അമ്മയുടെ അടുത്ത് ദോശയ്ക്ക് ചെന്നു. അമ്മ ദോശ ഇട്ട് കൊടുത്തു അനൂപിൻ്റെ പാത്രത്തിൽ. ഒന്നാമത്തെ ദോശ കഴിച്ചപ്പോൾ അനൂപിന് അനുഭവപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ അല്ലെ യൂട്ടിലിറ്റി 20 വെച്ചോളൂ. 20. രണ്ടാമതൊരു ദോശയും കൂടെ കഴിച്ചു. അതിൽ നിന്ന് എത്ര മാർഗം യൂട്ടിലിറ്റി കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 15 പറഞ്ഞു. 15. അപ്പോൾ 20, 15. മൂന്നാമതൊരു ദോശ കൊടുത്തു. അതിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 11 പറഞ്ഞു. മാർഗം യൂട്ടിലിറ്റി 11. അപ്പോൾ 20, 15, 11. നാലാമതൊരു ദോശ കഴിച്ചപ്പോൾ ചോദിച്ചു മാർഗം യൂട്ടിലിറ്റി എത്രയാണ്? അപ്പോൾ പറഞ്ഞു 7 പറഞ്ഞു. 7. ഓക്കെ. വീണ്ടും ഒരു ദോശ കൊടുക്കുന്നു. 5ാമത്തെ ദോശ കൊടുത്തപ്പോൾ അതിൽ നിന്ന് എത്ര മാർഗം യൂട്ടിലിറ്റി കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് 0. ഒന്നും കിട്ടിയില്ല. നിറഞ്ഞു. അവൻ്റെ വയറ് നിറഞ്ഞു അല്ലേ? അമ്മ സ്നേഹം കൊണ്ട് ഒരു ദോശയും കൂടെ അങ്ങ് തീറ്റിപ്പിക്കുക. 6ാമതൊരു ദോശയും കൂടെ അങ്ങ് തീറ്റിപ്പിക്കുക. എന്താ സംഭവിക്കുന്നത്? കഴിച്ച് എണീക്കാൻ വയ്യ, ശ്വാസം മുട്ടുന്നു അല്ലേ? ഓവർ ഈറ്റിംഗ് ആണ്. അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ, മൈനസ് സാറ്റിസ്ഫാക്ഷനാണ്. പിടിയിട്ടിയ. അപ്പോൾ 5 ദോശ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മാർഗം യൂട്ടിലിറ്റി 0 ആയി. 6ാമത്തെ ദോശ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മൈനസ് യൂട്ടിലിറ്റി, ഡിസാറ്റിസ്ഫാക്ഷൻ. എൻ്റെ ശ്വാസം മുട്ടുന്ന വയ്യായി എന്ന് പറയുന്ന അവസ്ഥ. അതാണ് മൈനസ് യൂട്ടിലിറ്റി. നമ്മൾ ഈ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുക, ഉപഭോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ കഴിക്കുക എന്ന് മാത്രം. ആഹാര സാധനങ്ങളേ ഉള്ളൂ കഴിക്കുന്നത്, ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ്. ഏത് സാധനങ്ങളുടെ കേസിലും ഇത് തന്നെയാണ്. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, ഇനിയും ആ സാധനങ്ങൾ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ ആളുകൾ ഇരിക്കുന്നിടത്ത്, ആളുകൾ കയറി വരുമ്പോൾ അതിഥികളെ സ്വീകരിക്കാനിരിക്കുന്ന മുറിയിൽ കസേര വേണം. ഒരു കസേര, 1-2 കസേര. പക്ഷെ ആ മുറി നിറയെ അങ്ങ് കസേരയാണെന്ന് വെച്ചോളൂ അല്ലേ? കയറി വരുന്ന ആൾക്ക് നമുക്ക് തന്നെ ഒന്ന് നിൽക്കാൻ പോലും സൗകര്യമില്ല അല്ലേ? കാലൊക്കെ തട്ട്. അപ്പോൾ എന്തും അധികമാകുമ്പോൾ അതിൽ നിന്ന് ഓരോ യൂണിറ്റിൽ നിന്നും കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി കുറയുന്നു എന്ന് പറയുന്നു ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, സീമാന്ത ഉപയുക്തത അപചയ സിദ്ധാന്തം. ഇത് ടേബിൾ വഴി നമ്മൾ കണ്ടു. ഇനിയും ഡയഗ്രം, ടോട്ടൽ യൂട്ടിലിറ്റി കർവും മാർജിൻ യൂട്ടിലിറ്റി കർവും വരച്ചുകൊണ്ട് നമ്മൾ ഈ നിയമം അല്പം കൂടി കൂടുതൽ വിശദമാക്കുകയാണ്. Units of consumption are taken along the horizontal axis, that is x-axis. X-axis-il units of consumption എടുത്തിരിക്കുന്നു. വെർട്ടിക്കൽ ആക്സിസിൽ, അതായത് y-axis-il നമുക്ക് യൂട്ടിലിറ്റി എടുക്കാം. യൂട്ടിലിറ്റി മാക്സിമം 24 വരെയാണ്. നമുക്ക് 2, 4 അങ്ങനെ യൂണിറ്റ്സ് ആയിട്ട് എടുക്കാം. 2, 4, 6, 8, 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24. Okay. So, total utility അല്ലെങ്കിൽ utility is taken along the vertical axis and units of consumption along the horizontal axis. നമുക്ക് പ്ലോട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റിയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ? 12. സോ 1 മേളിൽ 12. ഓക്കെ. രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര? 18. 2 18. ഓക്കെ. അടുത്തത് 3 22. ഓക്കെ, 3 22. 4 എത്രയാ? 24. ഓക്കെ, അപ്പം 4ൻ്റെ മേളിൽ 24ൻ്റെ നേരെ പ്ലോട്ട് ചെയ്യും. 5നും എത്ര തന്നെ? 24. അപ്പോൾ 5ൻ്റെ മേളിൽ 24ൻ്റെ നേരെ 5. രണ്ട് ഒരേ ലെവലിൽ നിൽക്കണം, കാരണം ഹൈറ്റ് സെയിം ആണ്, 24. 6ൻ്റെ എത്രയാ? 22. അപ്പോൾ 6ന് നേരെ ഇവിടെ 22 ഉണ്ട്. അതിൻ്റെ നേർക്ക് വേണം നിങ്ങൾ യുക്തിപരമായി പ്ലോട്ട് ചെയ്യാൻ. കണ്ടില്ലേ? 1 2 3 4 5 6 പ്ലോട്ട്സ് അവിടെ ഉണ്ടായി, പ്ലോട്ടിംഗ് ഉണ്ടായി. എന്തുകൊണ്ടാണ്? 6 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യും. ഈ 6 പോയിന്റ്സിനെയും സ്മൂത്ത് ഹാൻഡ് കർവ് കൊണ്ട് ജോയിൻ ചെയ്യുക. നോക്കൂ, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. നോക്കൂ, ആദ്യം കൂടുന്നു. എങ്ങനെയാ കൂടുന്നത്? ചടയെന്ന് മേപ്പോട്ട് പോവുകയാണോ? പെട്ടെന്ന് മേപ്പോട്ട് പോവുകയാണോ? അല്ല. എങ്ങനെയാ കൂടുന്നത്? ഡിമിനിഷിംഗ് റേറ്റിൽ കൂടുന്നു. പതുക്കെ കൂടിയിട്ട് ദേ ഇവിടെ എത്തിയപ്പോൾ 24 ഇത്രയും നേരം അത് ലൈൻ ഏകദേശം പാരലായിട്ട് വരികയാണ്. ഇത്രയും ഭാഗം കോൺസ്റ്റന്റ് ആണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഇത് കുറയുകയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി കർവ് കുറയും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവിൻ്റെ ഷേപ്പ് കണ്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ടോപ്പിലേക്ക് ആദ്യം കൂടുന്നു, പതുക്കെ കയറുന്നു, ടോപ്പിലെത്തുന്നു, പിന്നീട് കുറയും. അതേ ഷേപ്പ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഈ കർവിൽ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി കർവിൻ്റെ ഷേപ്പ് തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാറിംഗ് യൂട്ടിലിറ്റി നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം കുറഞ്ഞ നിരക്കിൽ കൂടുന്നു, മാക്സിമത്തിലെത്തുന്നു, കുറയുന്നു. ഇനി മാറിംഗ് യൂട്ടിലിറ്റി നമുക്ക് പ്ലോട്ട് ചെയ്യാം. സെയിം ഫിഗറിൽ തന്നെ നമുക്ക് മാറിംഗ് യൂട്ടിലിറ്റി പ്ലോട്ട് ചെയ്യാം. നോക്കൂ, ഒന്നാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ മാറിംഗ് യൂട്ടിലിറ്റി എത്ര? മാറിംഗ് യൂട്ടിലിറ്റിയും 12 തന്നെ, അവിടെ തന്നെ പ്ലോട്ട് ചെയ്യും. 2 മാറിംഗ് യൂട്ടിലിറ്റി എത്രയാ? 6. അപ്പോൾ 2ൻ്റെ നേരെ 6. ഓക്കെ. 3ൻ്റെ എത്രയാ? 3ൻ്റെ മാറിംഗ് യൂട്ടിലിറ്റി 4. അപ്പം 4 ഇവിടെ ഉണ്ട്. 4ൻ്റെ നേരെ 3ൻ്റെ നേരെ. ഓക്കെ, യെസ്. അടുത്തതോ എത്രയാ? 4ൻ്റെ നേരെ എത്രയാണ്? 4ൻ്റെ നേരെ 2. അപ്പം 2 ഇവിടെ ഉണ്ട്. ഓക്കെ. അടുത്തത് 5ൻ്റെ എത്രയാ? 5 എത്രയാ? 0. 5 0 ഇവിടെയാണ്. 6ൻ്റെ എത്ര? -2. മൈനസ് എവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്? -2 നമ്മൾ ആക്സിസ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് -2 ഉള്ളത്. അപ്പോൾ 6ൻ്റെ നേരെ -2 രണ്ട് ഇവിടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് 6 പോയിന്റ്സ് ഇവിടെയും കിട്ടി. മാറിംഗ് യൂട്ടിലിറ്റി 1 2 3 4 5 6. ഇതൊന്ന് ജോയിൻ ചെയ്യൂ. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ കർവാണ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്, MU കർവ്. ഈ കർവ് എങ്ങനെയാ? നോക്കിക്കേ, താഴേക്ക് പോകുകയാണ്. ഇവിടെ 12 ആണ്, പിന്നെ 6 ആണ്, പിന്നെ 4 ആണ്, 2 ആണ്, 0 ആണ്, നെഗറ്റീവ് ആണ്, -2 ആയി. നിങ്ങൾ നോക്കിയേ, ടോട്ടൽ യൂട്ടിലിറ്റി കർവ് കൂടുന്ന ഇവിടെ വരെ കൂടുകയാണ്. ആ കൂടുന്ന അവിടെ വരെ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി കർവ് എങ്ങനെയാണ്? പോസിറ്റീവാണ്, അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് രണ്ടാമത്തെ 24 വരുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയായി? 0 ആയി. നോക്കൂ, ആ ബന്ധം നോക്കൂ. ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയപ്പോൾ അതിന് താഴെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കൂ. ഇതിനുശേഷം ടോട്ടൽ കർവ് ഇങ്ങനെ താഴേക്ക് പോകുകയാണ്, ഫാളിംഗ് ആണ്. കർവ് ഈസ് ഫാളിംഗ്. അങ്ങനെ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് കുറയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് എക്സ് ആക്സിന് താഴെ പോയി. മാർജിനൽ യൂട്ടിലിറ്റി കർവ് എക്സ് ആക്സിന് താഴെ പോകാന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവായി. സോ വെൻ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഈസ് ഫാളിംഗ്, മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് നെഗറ്റീവ്. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റി കർവും തമ്മിലുള്ള ബന്ധം. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ഈ ഡയഗ്രത്തിലും ഈ ടേബിളിലും വ്യക്തമാണ്.
വൺസ് മോർ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഈ മാർജിൻ യൂട്ടിലിറ്റിയും തമ്മിലുള്ള പ്രശസ്തമായ ബന്ധം, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി, സീമാന്ത ഉപയുക്തത അപചയ സിദ്ധാന്തം പറയുന്നു. The law states that when a consumer consumes more and more units of a commodity, the marginal utility derived from the successive units of the commodity will diminish. ഇതാണ് law of diminishing marginal utility.